രാമേട്ടൻ ആ വാതിലൊന്ന് മുട്ടിയേ. ഏത് ഗുണ്ടയാ വന്ന് വാതിൽ തുറക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഹലോ, ഇവിടെ ആരുമില്ലേ? ഹലോ, അകത്താളുണ്ടോന്ന്? അകത്തൊന്നും ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ മാഡം. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. എന്നാ അടുത്ത വീട് നോക്കാം. രാമേട്ട, അകത്ത് ആളുണ്ടെന്ന് തോന്നുന്നു. ഹലോ, അകത്താളുണ്ടോ? ഹലോ, അകത്താളുണ്ടോന്ന്? അതെ, ജാനകി ചേച്ചി അങ്ങനെ ഇങ്ങനെയൊന്നും പുറത്തേക്ക് ഇറങ്ങാറില്ല. ചിലപ്പോ രാവിലെ ഇറങ്ങി ഇവിടെ ഇരിക്കുന്നത് കാണാം. പഞ്ചായത്തിൽ നിന്ന് മെമ്പർ ഭക്ഷണം കൊണ്ടുവരുമ്പോ മാത്രമേ വാതിൽ തുറക്കത്തുള്ളൂ. അവരുടെ കിഡ്നി രണ്ടും പോയ അവസ്ഥയിലാ. നാട്ടുകാരുടെ കാരുണ്യത്തിൽ അവർ കഴിഞ്ഞു പോകുന്നത്. നിങ്ങളപ്പോ ഏത് വീട്ടിലെയാ? ഞാൻ ഈ വീട്ടിലെയാ. ഞാനും രോഗിയാ, ക്യാൻസറാ. ഭർത്താവും മക്കളും എല്ലാം ഉപേക്ഷിച്ചു. മഹേന്ദ്ര മുതലാളിയുടെ കാരുണ്യം കൊണ്ടാ ചികിത്സ നടക്കുന്നത്. ആരാ? ആരാ വിളിച്ചത്? ഭക്ഷണം കൊണ്ട് വന്നതാണോ? അല്ല, ഞങ്ങള് കളക്ടർ ഓഫീസിൽ നിന്നാ. നിങ്ങളീ താമസിക്കുന്ന സ്ഥലം പുറമ്പോക്ക് ഭൂമിയാണ്. നിങ്ങളൊക്കെ ഇവിടുന്ന് മാറിത്തരണമെന്ന് പറയാനാ ഞാൻ വന്നത്. നിങ്ങൾ മാറിത്തരേണ്ടി വരും. അയ്യോ, ചതിക്കരുത് മക്കളെ. ഇവിടുന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാ ഞങ്ങൾ എവിടെ പോവാനാ? ഈ അസുഖം കാരണം നേരെ ചൊവ്വയിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. ഇവിടുന്ന് ഇറക്കി വിട്ട പട്ടിണി കിടന്ന് ചാവത്തേ ഉള്ളൂ. ഇതുപോലുള്ള ഓരോ അസുഖങ്ങൾ പിടിപെട്ടവരാണ് മാഡം. അവർക്കൊക്കെ ഓരോരോ കഥകളും ഉണ്ടാവും. മൊത്തത്തിൽ വലിയൊരു കഥ തന്നെയാണെന്ന് മനസ്സിലായി. എന്തായാലും എനിക്ക് എന്റെ ജോലി പൂർത്തിയാക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ സഹകരിക്കണം. 2 ദിവസം കൂടി നിങ്ങൾക്ക് ഞാൻ തരാം. അതിനുള്ളിൽ എല്ലാ സാധനങ്ങളും എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കണം.